പാലക്കാട്ട് കുഴൽമന്ദത്ത് രണ്ട് കാട്ടുപന്നികളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്നു. പ്രദേശത്ത് ഇന്നലെ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റുന്ന കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കുക. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നു വിവരങ്ങൾ നൽകാൻ. നിഖിൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഇന്നലെ കുഴൽമന്ദത്ത് പരിക്കേറ്റ വയോധികയ്ക്ക്, തത്ത എന്നു പേരുള്ള വയോധികയ്ക്ക് വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഏറ്റത്. ഇതിന് പിന്നാലെയാണ് മേഖലയിൽ ഇത്രയും വേഗം കാട്ടുപന്നികളെ പിടികൂടണമെന്നുള്ള ആവശ്യം നാട്ടുകാർ ശക്തമാക്കിയത്. വനവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയാണിപ്പോൾ ഈ രണ്ട് കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നിരിക്കുന്നത്. ഇന്നലെ വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്ന വയോധികയാണ് അതിക്രൂരമായി മർദ്ദിച്ചത്. അവർക്ക് കാര്യമായി പരിക്കേറ്റിട്ടുമുണ്ട്. വീടിന്റെ പരിസരത്ത് നിന്ന് വിറകെടുക്കുമ്പോഴായിരുന്നു ഇവരെ ഈ കാട്ടുപന്നി ഇടിച്ചു വീഴ്ത്തിയത്. നിലത്ത് വീണ തത്ത എന്ന വയോധികയെ പന്നി വലത് മുട്ടിന് താഴെയുള്ള എല്ല് കടിച്ചു മുറിച്ചു. ഇതേ തുടർന്ന് അവരിപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ആദ്യം പാലക്കാട് ജില്ലാ ആശുപത്രിയിലും തുടർന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുകയാണ്. ഈ മേഖലയിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി കാട്ടുപന്നിയുടെ സാന്നിധ്യമുണ്ട്. ആളുകൾക്ക് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് എത്രയും വേഗം അപകടകാരികളായിട്ടുള്ള കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലണമെന്നുള്ള ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.